ഹായ്, അങ്ങനെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടെ ചൂടുണ്ടെങ്കിൽ അപ്പം ഞാൻ ജനമോളെ കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പത്തിരിയൊക്കെ ചുട്ട് പിന്നെ ഇന്നിപ്പോൾ കറി ഗ്രീൻ പീസാണ് കേട്ടോ കറി വെക്കണത്. എന്നിപ്പോൾ ചിക്കനും മട്ടനൊന്നും കറി വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ ഗ്രീൻ പീസാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാനിതാ 2 പച്ചമുളകും ഒരു തക്കാളിയും 2 വെല്ലുള്ളിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളക്കുറുമാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം എരിവിന് 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഗ്രീൻ പീസ് കറിയോ മുട്ടക്കറിയോ പത്തിരിയൊക്കെ വെക്കൂട്ടോ. എന്നും ഇപ്പോൾ ഇറച്ചിയും ഇതൊന്നും വാങ്ങില്ല, എന്നാലും അധികം ഇറച്ചിക്കറി തന്നെ ആവും. പിന്നെ പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കണം. അതിലേക്ക് ചപ്പും വേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടല വെന്ത് ഇനിയിപ്പോൾ അതിൽ തേങ്ങ അരക്കാൻ കുരുമുളക് പൊടി നോക്കിയപ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞിരിക്കണം പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരക്കണതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരപ്പൊക്കെ അരച്ചതിന് ശേഷം പിന്നെ കടല വെന്തപ്പോൾ അതിലേക്ക് ഞാൻ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പൊരിക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് ഞാനിതാണ് കേട്ടോ, നമ്മൾ തലശ്ശേരിക്കാർ ഉണ്ടാക്കുന്ന തേങ്ങാമുറി. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ 3-4 പ്രാവശ്യമായിപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം. നമുക്ക് തലശ്ശേരിക്കാർ അതേ റെസിപ്പി ഒന്നും ആയി കിട്ടില്ല, എന്നാലും നമുക്കറിയണ മാതിരിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജ്യൂസ് സമാമാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും പാലൊക്കെ വെച്ച് അത് ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഐസിൻ്റെ കട്ടയുണ്ട്, അത് കട്ട പൊട്ടിക്കാനൊന്നും മതി. അപ്പം ഞാൻ അതിൽ കണ്ടിട്ട് കൊടുത്താണ് അതിൽ കിടന്ന് അലിഞ്ഞോളൂ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരം ഒത്ത കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചോളിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.